രാഹുൽ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ജൂനിയർ രാഹുൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാത്തൊരു വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു കാര്യവും ഇന്ന് പാലക്കാട്ടെ ജനതയ്ക്കില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോരുന്ന LDFന്റെയും UDFന്റെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ് മഹിളാ മോർച്ച. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നിരന്തരം ആരോപണം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ KPCC ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൽ നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി സ്ത്രീവിരുദ്ധ നിലപാടുകൾ നടത്തുന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ആരാധനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ മാതാവിനെ അടക്കം അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായിട്ട് ബീഹാറിൽ നടന്നിട്ടുള്ള യാത്രയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയടക്കം മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടും
അത്തരം പ്രവർത്തകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസിന് അത്തരം നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ രാഹുല് സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ജൂനിയർ രാഹുല് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നിരവധി സ്ത്രീകളാണ് അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കുമെന്ന് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി, മഹിളാ മോർച്ചയും യുവമോർച്ചയും എല്ലാം രംഗത്തിറങ്ങിയ സമയത്ത് മറ്റ് നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ആ നേതൃത്വം അന്ന് പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കകത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാത്തൊരു വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു കാര്യവും ഇന്ന് പാലക്കാട്ടെ ജനതയ്ക്കില്ല എന്നുള്ളതാണ്. പാലക്കാടൻ ജനതയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന അതേ നിലപാടുമായിട്ട് ഈ സംസ്ഥാനത്തിലും നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നിരവധി ഉണ്ടായിട്ടും അത്തരം പരാമർശങ്ങൾ നടത്തുന്ന വേട്ടക്കാരെ സംരക്ഷിച്ചു പോരുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ 50% വരുന്ന സ്ത്രീകളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അധികാരത്തിലേറിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ സ്ഥിതി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോരുന്ന LDFന്റെയും UDFന്റെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ് മഹിളാ മോർച്ച. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം എടുത്തിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നിട്ടും ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മഹിളാ മോർച്ച ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഹിളാ മോർച്ച പ്രവർത്തകർ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.